ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹോം റെമഡിയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഇവിടെ ശ്രീഭജന്റെ കയ്യിൽ ഒരു ചെറിയൊരു തടിപ്പ് പോലെ അത് കുരു വരാനുള്ള ഒരു ലക്ഷണമായിട്ടാണ് എനിക്ക് നോക്കിയിട്ട് മനസ്സിലായത് കേട്ടോ. ക്യാമറയിൽ അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. എന്നാലും ഇത് നീളത്തിലായിട്ടാണ് കുറച്ചൊരു അതിൻ്റെ ചുവപ്പ് നിറവും കാര്യങ്ങളും ഒക്കെ വ്യാപിച്ച് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത ഒരു കാര്യമാണ് ഇന്നിപ്പോൾ കാണിക്കുന്നത്. പക്ഷേ ഇത് നല്ല റിസൾട്ടാണ്. ഞാൻ രണ്ട് പ്രാവശ്യമാണ് ഇത് അരച്ചുണ്ടാക്കിയത്. ആ ഒരു 2 പ്രാവശ്യം ഉണ്ടാക്കിയത് ഞാൻ പല തവണകളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം വൈകുന്നേരം ഈ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിച്ചു, അന്ന് തന്നെ ഇത് ഉപയോഗിച്ചു. പിറ്റേ ദിവസം കൊണ്ട് അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറി കിട്ടി എന്നുള്ളതാണ്. അതിൻ്റെ പിറ്റേ ദിവസം നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് കൂടി സെലക്ട് ചെയ്യുക കേട്ടോ. നമുക്ക് വേണ്ടത് കുറച്ച് കോവലിലയാണ്. കോവലിൻ്റെ ഇലയ്ക്ക് ശരീരത്തിലെ വീക്കവും വേദനയും അതേപോലെ തന്നെ ഇതേപോലെ കുരുക്കളും ഒക്കെ മാറ്റാനുള്ള കഴിവുണ്ട്. ശരീരത്തിന് നല്ല തണുപ്പ് നൽകുന്ന ഒരു പ്രകൃതമാണ് കേട്ടോ. കോവലിൻ്റെ ഇല നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി വേണം എടുക്കാനായിട്ട്. കോവയ്ക്ക കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഇതേപോലെ തന്നെ പല കാര്യങ്ങൾക്കും കോവലില ഉപയോഗിക്കാവുന്നതാണ്. വളരെ നല്ല റിസൾട്ടാണ്. ഇത് ആയുർവേദത്തിലും നാട്ടുചികിത്സയിലും ഒക്കെ വളരെയേറെ പ്രാധാന്യമുള്ള ഇലയാണ് കേട്ടോ ഇത്. നമ്മളിവിടെ കോവലിൻ്റെ ഇല കഴുകി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കഷ്ണം പച്ചമഞ്ഞൾ കൂടി എടുത്തിട്ടുണ്ട്. പച്ചമഞ്ഞൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞളിലെ കുർക്കുമിൻ അണുക്കൾ നശിപ്പിക്കാനായിട്ട് സഹായിക്കും. കുരുക്കൾ പഴുക്കുന്നത് തടയും. അപ്പം നമ്മൾ കോവലിൻ്റെ ഇല ഒന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ കല്ലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലാണെങ്കിലും ചെയ്യാം കേട്ടോ. വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ചൂട് കുരുക്കൾ മാറാനായിട്ട് നല്ലതാണ്. അതുപോലെ നീരുള്ള കുരുക്കൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിത് ഉപയോഗിച്ചാൽ അതെല്ലാം നീരെല്ലാം വറ്റി വലിഞ്ഞു പോകും കേട്ടോ. അതേപോലെ തന്നെ ചെറിയ തടിപ്പുകൾ, ചൊറിച്ചിൽ, ഇതുപോലുള്ള പ്രാണികൾ കടിച്ചിട്ടുണ്ടാകുന്ന തടിപ്പും അതിൻ്റെ വിഷാംശവും ഒക്കെ മാറ്റാനായിട്ടും നമ്മൾ ഈ കാണിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പച്ചമഞ്ഞളാണ്. അതൊന്ന് തൊലി ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. നിങ്ങൾ ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ കോവൻ്റെ ഇല മാത്രം ചതച്ചതിന് ശേഷം നമുക്ക് പിന്നെ ലാസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. അതായത് ഇതിൻ്റെ നീരെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ അരച്ചിട്ടതിൻ്റെ നീരായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതാ ഒരു പേസ്റ്റ് പരുവത്തിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ ആദ്യം ചെയ്തത് അതേപോലെ ആയിരുന്നു. അതാകുമ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നമുക്ക് പറ്റിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അതാണ് കുറച്ച് നല്ലത്. നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഉണങ്ങുന്ന സമയത്ത് വീണ്ടും ഇട്ട് കൊടുക്കുക. ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ കുരുവിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. ആ നീർക്കോളൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും. അപ്പോൾ അതേ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല മാറ്റമാണ്. ശരിക്കും പറഞ്ഞ ഒരു 24 hours കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ടിപ്സുകളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ പേർക്ക് അത് പ്രയോജനകരമായിരിക്കും. കോവലില ഇല്ലാത്തവർക്ക് ആ രീതിയിൽ ചെയ്ത് നോക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്